ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കൊല്ലാൻ തീരുമാനിച്ചവർക്ക് മുമ്പില് തടസ്സം നിന്നത് അവരാ. സുജാത പോയല്ലേ, പോട്ടെ. ഓടിയായി എത്ര ദൂരം ഓടും? അയാളുടെ അക്കൗണ്ടന്റായിട്ട് ജോയിൻ ചെയ്തു. അത് ഏത് വഴിക്കാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ മാർവാടിയുടെയും കുടുംബത്തിന്റെയും ഇഷ്ടം പിടിച്ചു പറ്റുന്നു. അധികം വൈകാതെ അവിടുത്തെ സർവാധികാരിയായ കാര്യക്കാരനാവുന്നു. ദെൻ ഒരു സുപ്രഭാതത്തിൽ മാർവാടി കൊല്ലപ്പെടുന്നു. ഗസ്റ്റ് ഹൌസിൽ അയാൾ കൊല്ലപ്പെട്ട് കിടക്കെ ആ കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ തായ്ലാന്റിൽ നിന്നും ഇങ്ങോട്ട് മടക്കം. തായ്ലാന്റ് പോലീസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ജയാറിനെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് അവരുടെ തീരുമാനം. അതിന്റെ അനുമതിക്ക് വേണ്ടിയാ DIGയോട് സംസാരിച്ചിരുന്നു. അപ്പൊ മൊത്തം കുഴപ്പമാണല്ലേടോ? അതിലെന്ത് സംശയോ സർ? ആകാശത്ത് നിന്നിറങ്ങുന്ന പണക്കാരില് ഇങ്ങനെയൊരു ചരിത്രം ഒളിച്ചു കിടക്കുന്നുണ്ടാവും. ഇനി എന്താ സാർ ചെയ്യേണ്ടത്? തായ്ലൻഡ് പോലീസ് വരുമെന്നല്ലേ പറഞ്ഞത്? അവര് വരട്ടെ. പിന്നെ അതൊരു കോളിളക്കം സൃഷ്ടിച്ച കേസാ. അതിന്റെ പേരില് മന്ത്രിസഭയ്ക്ക് വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ ജീവനെ കസ്റ്റഡിയിലെടുക്കുന്നത് വളരെ നോർമലായി പോകാൻ പാടില്ല. പോലീസിന്റെ പവർ കാണിക്കണം. ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ ഒരു വൻ സംഭവമായിട്ട് വേണം അറസ്റ്റ് നടക്കാൻ. രാഷ്ട്രീയമാടോ, ഇതൊക്കെ വേണ്ടിവരും. ഐ കൻ അണ്ടർസ്റ്റാൻഡ് സർ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ 5 മിനിറ്റിനുള്ളിൽ പ്രസ് കോൺഫറൻസ് നടക്കണം. ഞാനുണ്ടാവും. സർക്കാരിന്റെ നേട്ടമായി തന്നെ ഇക്കാര്യം അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ സർ. എനിവേ കൺഗ്രാറ്റ്സ്. ഏൽപ്പിച്ച ഡ്യൂട്ടി താൻ നന്നായിട്ട് ചെയ്തു. താങ്ക് യു സർ. சார் சார் அம்மாவும் நித்தியங்க இல்ல சார். நான் கொஞ்சம் முன்னாடி தான் எழுந்தது. வீடு மொத்தம் தேடி பார்த்தேன், அவரை காணல. நீங்க அவரை ஏதாவது பண்ணியாச்சா சார்? എടാ, ഞാനൊന്നും ചെയ്തില്ലടാ. நான் நம்ப மாட்டேன். நித்யாவை கொல்லதுக்கு பிளான் பண்ணிருக்கு. என்னாச்சு சொல்லுங்க. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലടാ. നീ ഹരിയുടെ വീട്ടിൽ നോക്കിയോ? எல்லாரும் நோக்கி பார்த்து. சார் சத்தியம் சொல்லுங்க, நீங்க ஏதாவது பண்ணியாச்சா? ശരവണ, നീ നിന്റെ കാര്യം നോക്കി പോടാ. நான் தூங்கும் போது இப்படி ஏதோ நடந்திருக்கு. சுஜாதாம எங்க சொல்லாத நின்ன விட மாட்டேன். எங்க போயிருக்க அவரு சொல்லடா. ശരവണ, കൈയെടുക്ക്. ഗർഭിണി പെണ്ണ് മരിക്കൊന്ന് നീങ്ക சொல்லலையா? 16 നാള് ഓഫീസുക്ക് അവധിയെന്ന് നീങ്ക சொல்லலையா? ഗർഭിണി പെണ്ണ് സത്താ என்ன சடங்கு நடத்தணும் நீ கேட்கலையா? அவர் எங்க போயிருக்கு? அவர் உயிரோட இருக்கா സാറ്? இருக்கா? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കൈയെടുക്കാൻ? അവരെവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് മകളെ രക്ഷിക്കാനുള്ള അമ്മയുടെ വാശിയാ. എന്റെ തീരുമാനങ്ങളെ എന്നും തോൽപ്പിച്ചത് അവരാ. എന്റെ അമ്മ. ഞാൻ കൊല്ലാൻ തീരുമാനിച്ചവർക്ക് മുമ്പില് തടസ്സം നിന്നത് അവരാ. സുജാത പോയല്ലേ, പോട്ടെ. ഓടിയായി എത്ര ദൂരം ഓടും? சார் சார் அம்மாவும் நித்யாவும் எங்க ஆயிடு போயிடுச்சுன்னா விட்டுடுங்க சார். நான் உங்களை கால் பிடிச்சு கேட்கிறேன், വിട്ടുടുങ്ക. എന്താ ശരവണ ഇത്? നിന്റെ ഭാഷയിൽ പറഞ്ഞ അൻപ്, പാസം. ഒരാള് വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോ വേറൊരാള് മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നു. നാശം പിടിച്ച ഓരോ ബന്ധങ്ങള്. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അമ്മ അവളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരുപാട് ദൂരേക്ക് തന്നെ ആയിരിക്കും. ഇനി എനിക്ക് അവളെ അവര് വിട്ടു തരില്ല. സുജാത ദി ഗ്രേറ്റ്. கடவுளே, முருகா, அம்மாவுக்கு நித்யாவுக்கு ஒன்றும் ஆகக்கூடாது.
നീയേ തുണ. മോളെ, ശിവാനന്ദൻ പറഞ്ഞത് ഒലവക്കോട് ബസ് സ്റ്റാൻഡിനടുത്ത് നിന്നാ മതിയെന്നാ. ബസ് ഇപ്പൊ വരുമേ? നമ്മൾ പോകുന്നത് ഇപ്പൊ അവൻ അറിഞ്ഞിട്ടുണ്ടാവും. ശരവണന്റെ കാര്യം ഓർക്കുമ്പോ പേടിയുണ്ടമ്മേ. നമ്മളെ കാണാതാവുമ്പോ പകരം വീട്ടുന്നത് ശരവണനോടായിരിക്കും. നമ്മുടെ മുൻപിൽ വേറെ മാർഗമില്ലല്ലോ മോളെ. എങ്ങനെയെങ്കിലും അവിടുന്ന് പോകുന്നല്ലേ പറ്റൂ. നമ്മളെ കാണുന്നില്ലെന്നും പറഞ്ഞ് കുറച്ചു നേരം അവന്റെ ശ്രദ്ധ തിരിക്കാൻ ശരവണനെ കൊണ്ട് പറ്റും. അത് കഴിയുമ്പോഴേക്കും നമ്മൾ സേഫായിട്ട് ശിവാനന്ദന്റെ അടുത്തെത്തും. അച്ഛൻ ഒരിക്കലും കെടാത്ത തീ എന്റെ മനസ്സിൽ കോരിയിട്ടിട്ട് കാലം ഒരുപാടായി. അച്ഛൻ തിരിച്ചെത്താത്ത വേദന എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് നിന്നെയും നിന്റെ കുഞ്ഞിനെയും സംരക്ഷിച്ചേ പറ്റൂ. ജീവൻ പറഞ്ഞതനുസരിച്ച് ഹരി നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാം മോളെ. എത്ര നാളായി അമ്മേ നമ്മളിങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയിട്ട്? കൊല്ലാനൊരുത്തൻ പുറകെ നടക്കുമ്പോ നമുക്കതല്ലേ മാർഗമുള്ളൂ. അവൻ ഇത്രയും വയലന്റ് ആയതിനു ശേഷം പലതവണ എന്റെ മടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അന്നൊന്നും തോന്നിയിരുന്നെങ്കിൽ, ഇനി അവൻ ജീവിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ. അമ്മയൊന്നും മിണ്ടാതിരിക്കേ. പണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു മോളെ. ഇപ്പൊ അതൊക്കെ ഒരുപാട് ചുരുങ്ങി. എവിടെയെങ്കിലും ഒരിടത്ത് സ്വസ്ഥമായി കുറച്ചു നാൾ ജീവിക്കണം. അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ആഗ്രഹം. അത് കഴിഞ്ഞ് ചത്തുപോയാലും കുഴപ്പമില്ല. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ നമ്മൾ ജീവിക്കും. ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്ത് തിരിച്ചെത്തും. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ശിവാനന്ദന്റെ അടുത്ത് എത്തുമ്പോ നിന്റെ കാര്യത്തിൽ അമ്മയുടെ പേടി കുറയും. ഭഗവാനെ ഒന്നും വരുത്താതെ അവിടം വരെ എത്തിക്കണേ. ആ സ്വാമി, അച്ഛൻ ഓഫീസിൽ തിരിച്ചു വന്നെന്നോ? എപ്പോ? ഓ ഓ ഓ സ്വാമി അച്ഛന് ഓഫീസിൽ തന്നെ ഇരുത്തണം കേട്ടോ. ഞാൻ വരുന്നവരെ. ഞാൻ എത്താനേ 1 മണിക്കൂർ കഴിയും. എനിക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ഒന്ന് മീറ്റ് ചെയ്യണം. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ സ്വാമി? മധുര നൊമ്പരക്കാറ്റ്